അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിലാവത്തിൻ്റെ സുജൂദിൽ സജദ വജിയ ലില്ലദി ഖലഖഹു വശഖ സമഅഹു വബസറഹു ബിഹൗലി വഖുവ്വതിഹി എന്ന് ചൊല്ലാറുണ്ടായിരുന്നു. തിലാവത്തിൻ്റെ സുജൂദ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം ഓർമ്മപ്പെടുത്തി തരികയാണ്. ഖുർആനിലെ തിലാവത്തിൻ്റെ ആയത്ത് ഓതുമ്പോഴാണ് ആ സുജൂദ് ചെയ്യൽ. ഒരു ഖുർആൻ്റെ ആയത്തിൻ്റെ അവസാനത്തിൽ ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു മുസല്ലയുടെ ചെറിയൊരു ചിത്രം കാണാം. അതാണ് ആ സജദയുടെ സുജൂദ് ചെയ്യേണ്ട ആയത്തിൻ്റെ അവസാനം. ആ തിലാവത്തിൻ്റെ സുജൂദ് അവിടെയാണ് ചെയ്യൽ. ആ ആയത്ത് അവിടെ അവസാനിച്ചാൽ അവിടെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അതിനാണ് തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. വേറെയും സുജൂദുകൾ വേറെയും ഉണ്ട്, ശുക്റിൻ്റെ സുജൂദ് വേറെയുണ്ട്. അതുപോലെ നിസ്കാരങ്ങളിൽ പിഴവുകൾ വന്നാൽ ചെയ്യുന്ന സുജൂദ് വേറെയുമുണ്ട്. ഓരോന്നിനും വ്യത്യസ്തമായ പേരുകളുമുണ്ട്. ഇത് തിലാവത്തിൻ്റെ സുജൂദും മറ്റേ സഹവിൻ്റെ സുജൂദ് വരുന്നുണ്ട്. അതൊന്നും ഈ സുജൂദ് പോലെയല്ല. അപ്പോൾ മുഅ്മിനീങ്ങൾ ഖുർആൻ ഓതുമ്പോൾ സജദയുടെ തിലാവത്തിൻ്റെ ആയത്ത് വന്നാൽ സൂറത്തുൽ സജദയിൽ വരുന്നുണ്ട്. സൂറത്തുൽ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ, നമ്മൾ ആദ്യത്തെ സൂറത്ത് ഖുർആനിൽ ആദ്യമായി ഇറക്കപ്പെട്ട സൂറത്തായ ഇഖ്റ ബിസ്മി, ആ സൂറത്തിലും അതുപോലെ തന്നെ അവസാനത്തിൽ വരുന്നുണ്ട്. മുഅ്മിനീങ്ങൾ അങ്ങനത്തെ ആയത്തുകളിലൊക്കെ വളരെയേറെ ശ്രദ്ധിച്ച് തിലാവത്തിന് സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.